ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് ரொம்ப പ്രണാമം, ரொம்ப വണക്കം. ഇന്ന് ഞങ്ങൾ ഒരു രണ്ട് പേരും ഇതാ രണ്ട് പെണ്ണുങ്ങൾ പോണത് എങ്ങോട്ടാണെന്നറിയത്തില്ലേ പൊണ്ടാട്ടിമാർ പോണത് എന്തൊരു തട്ടിപ്പാട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു നല്ലൊരു അവയർനെസ് കൂടി തരാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എന്തൊക്കെയാണ് വീഡിയോ നടക്കുന്നത് നിങ്ങൾക്ക് കണ്ടേ, വഴി ചോദിച്ചും ആൾക്കാരോട് ചോദിച്ചും വീടുകൾ മനസ്സിലാക്കുക കേട്ടോ ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം നമ്മൾ വീടുകൾ ലക്ഷ്യമാക്കി അങ്ങോട്ടുമെല്ലാം നീങ്ങുന്നതെന്ന് കാണണ്ടേ, എന്തൊക്കെയാണ് ഈ വീഡിയോ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ. എല്ലാവർക്കും വീഡിയോയിലേക്ക് ரொம்ப വണക്കം. അതല്ലമ്മാന് തൂടമ്മ കൊള്ളണമ്മ, നിങ്ങൾക്ക് പൊള്ളൂലേ? ഭയങ്കര ചൂടമ്മ, പൈപ്പിടമ്മ പൈപ്പിണ് തണ്ണി കുടിക്കാൻ നമ്മൾ എവിടെ കയറും? അടുത്ത വീട്ടിൽ കയറുക. ലക്ഷ്യം തണ്ണി മാത്രമല്ല കേട്ടോ, വേറെ പലതും ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുണ്ട്. അമ്മ എങ്ക പോണേ? അമ്മ ഞങ്ങള് കുറച്ച് ദൂരത്ത് അണ്ണാ, കൊറേ ദൂരം താണ്ടിക്കണേ. രാവിലെ ഇറങ്ങിക്കണ്, ഒന്നും കിട്ടിയില്ല. പഴിച്ചിട്ട് വയ്യ, വെള്ളം പഴിച്ചിന്. ഇവിടെ കൊറേ വീടുകളുണ്ട്. എന്തെങ്കിലും കിട്ടുവാമാ? പഴിച്ചിട്ട് വയ്യാണാ, കുട്ടികളെ പോറ്റണ്ടേ, അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിക്കണ്. പൈസ നല്ല കാശ് തരാണ്. ഏത് വീട്ടിൽ ചെന്നാലും ഇതൊക്കെ തന്നെ അവസ്ഥ, ആരും ഒന്നും തരില്ല. എന്നെ ശരിയല്ല പോവാമ്മ. മാല കൂടപ്പാ. ഉള്ള പോകാം.
എല്ലാവരും അടുക്കളയിൽ നല്ല പെരുമാറ്റം, ഒന്നുമേ തിരിയാതെ നമുക്ക് പോയി ഇരുന്ന് സിറ്റൗട്ട് ഇരുന്ന് നമുക്ക് കൊഞ്ചം തണ്ണി ചോദിക്കാം. എങ്ങനെയുണ്ട് ബുദ്ധി? അമ്മ അമ്മ കൊഞ്ചം തണ്ണി തരാമ്മ, കൊഞ്ചം തണ്ണി തമ്മ. വാ അമ്മ, വാ ഇങ്ങ വാ, இங்க வா. தண்ணி வேணுமா? பாய்க்கிறம்மா, அம்மா பஞ்சம் பாய்க்கிறேன். சாப்பாடு இருக்காதுங்க. சாப்பாடு குழம்பு சோறு வல்ல உண்டாமா? இங்கே ஒன்றும் இருக்காது. ஒன்றும் இருக்காது அம்மா, கொஞ்சம் தண்ணி போச்சுடாமா. தண்ணியா? தண்ணி எடுத்துட்டு வரட்டா? എന്താ നിങ്ങളവിടെ എടുത്തേ? ഒന്നും എടുത്തിട്ടില്ല. എന്താ കാണിച്ചല്ലേ ഇപ്പൊ ഇവിടെ എടുത്തില്ലമ്മാ. കള്ളികളാണോ? ഇല്ലമ്മാ, ഞങ്ങള് കള്ളികളല്ലമ്മാ. അങ്ങനെ சொல்லாத പറഞ്ഞല്ലേ? എന്തോ നിങ്ങൾ അവരെ കാണിച്ചു കൊടുത്തു. അമ്മ എന്റെ തള്ളിയാണ് വന്നിരിക്കുന്നത്. അതല്ല, നമുക്ക് പോലീസ് ഏൽപ്പിക്കണം. കള്ളികള് പോലീസിനെ വിളിക്കണം. ഇവരെ കെട്ടിയിടും. അമ്മ എല്ലാവരും അടുക്കളയിൽ നല്ല പെരുമാറ്റം, ഒന്നുമേ തിരിയാതെ നമുക്ക് പോയി ഇരുന്ന് സിറ്റൗട്ട് ഇരുന്ന് നമുക്ക് കൊഞ്ചം തണ്ണി ചോദിക്കാം. എങ്ങനെയുണ്ട് ബുദ്ധി? അമ്മ അമ്മ കൊഞ്ചം തണ്ണി തരാമ്മ, കൊഞ്ചം തണ്ണി തമ്മ. വാ അമ്മ, വാ ഇങ്ങ വാ, இங்க வா. தண்ணி வேணுமா? பாய்க்கிறம்மா, அம்மா பஞ்சம் பாய்க்கிறேன். சாப்பாடு இருக்காதுங்க. சாப்பாடு குழம்பு சோறு வல்ல உண்டாமா? இங்கே ஒன்றும் இருக்காது. ஒன்றும் இருக்காது அம்மா, கொஞ்சம் தண்ணி போச்சுடாமா. தண்ணியா? தண்ணி எடுத்துட்டு வரட்டா? എന്താ നിങ്ങളവിടെ എടുത്തേ? ഒന്നും എടുത്തിട്ടില്ല. എന്താ കാണിച്ചല്ലേ ഇപ്പൊ ഇവിടെ എടുത്തില്ലമ്മാ. കള്ളികളാണോ? ഇല്ലമ്മാ, ഞങ്ങള് കള്ളികളല്ലമ്മാ. അങ്ങനെ சொல்லாத പറഞ്ഞല്ലേ? എന്തോ നിങ്ങൾ അവരെ കാണിച്ചു കൊടുത്തു. അമ്മ എന്റെ തള്ളിയാണ് വന്നിരിക്കുന്നത്. അതല്ല, നമുക്ക് പോലീസ് ഏൽപ്പിക്കണം. കള്ളികള് പോലീസിനെ വിളിക്കണം. ഇവരെ കെട്ടിയിടും. അമ്മ അമ്മ നമ്മളെ അകത്ത് പോയി നോക്കിയാ സ്വർണ്ണമൊക്കെ അവിടെ ഉണ്ടോന്ന് നോക്കിയേ. നിങ്ങളെ എടുത്ത് നിങ്ങൾ കള്ളികളാ. നിങ്ങൾ പച്ച വെള്ളം തരത്തില്ല അവിടെ. നിങ്ങൾ വെള്ളം ചോദിച്ചു കള്ളികൾ. ഇതാണ് നിങ്ങളെ ആരും ഇവിടെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. നമുക്ക് പോലീസിനെ വിളിച്ചാലേ. പോലീസിനെ ഇല്ലല്ലേ? പോയോ? ഇതിലുണ്ട് ഇതിലുണ്ട്. അവിടെ പോയിട്ടല്ലാതെ
പോയി അതാ ഓടി ഓടി എല്ലാം പോയമ്മേ. ഇത് കുറച്ചേ കിട്ടിയോളൂ അമ്മേ, ബാക്കിയൊക്കെ പോയി. അങ്ങനെ കിട്ടുമോ? കേട്ടോ നമുക്ക് എങ്ങനെയാലും ഉണ്ടാക്കാം. എന്താ ചെയ്യാ? അമ്മ പോലീസിനെ വിളിച്ചാലോ? പോലീസിനെ വിളിക്കാം, അതാ നല്ലത്. പോലീസ് വന്ന് ആ ഒന്നുകൂടി കിട്ടിയോ അമ്മേ? ആ ഒന്നുകൂടി കിട്ടിയല്ലോ. ആ ഇനി ഒരു വളയും കൂടി പോയി, അതേ ഉള്ളു ഓരോടുത്ത്. എന്നാലും അവളുമാരും അത് കൊണ്ടുപോയില്ലേ? കഷ്ടമാണല്ലോ. ഇങ്ങനെ കള്ളിമാര് കയറി എന്ത് ചെയ്യും നമ്മളെ വീട്ടിലൊക്കെ അല്ലേ? എന്തായാലും പോലീസിനെ വിളിക്കാം അല്ലേ? പോലീസിനെ ഇപ്പൊ തന്നെ വിളിച്ചാലേ അവർക്ക് പിടിക്കാൻ പറ്റും. വിളിച്ചോ. ആ ഹലോ, ആ പോലീസ് സ്റ്റേഷനാണോ? സാറേ ഞങ്ങള് വീട്ടിലെ പിന്നെ കള്ളികൾ കേറിയിട്ട് എന്താ പറയാ ഞങ്ങളെ സ്വർണ്ണമൊക്കെ മോഷ്ടിച്ചായിരുന്നേ. അത് ഞങ്ങള് പിടിച്ചു പറിച്ചപ്പോ കുറച്ച് കിട്ടി. ഒരു വള മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഞാനുങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ടേ വീട്ടിൽ ഞങ്ങൾക്ക് അവളെ പിടിച്ചു നിർത്താൻ പറ്റില്ല. 2 ആളുണ്ടായിരുന്നു. അപ്പൊ അവരതും കൊണ്ട് ഓടിയിട്ടുണ്ട്. അപ്പൊ സാറൊക്കെ ഇപ്പോഴൊന്ന് വേഗം നോക്കുകയാണെങ്കിൽ അവരെ പിടിക്കാൻ മതി. ഉത്സവം നടക്കുന്ന സ്ഥലങ്ങളിലും തിക്കും തിരക്കുമുള്ള സ്ഥലങ്ങളിലും സംഘമായി എത്തി മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി. പരാതിയെ തുടർന്ന് മേഖലയിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഈ ദൃശ്യങ്ങളിൽ നിന്നാണ് മോഷണം നടത്തിയവരെ തിരിച്ചറിഞ്ഞത്. ഇവർ നേരത്തെയും സമാനമായ രീതിയിൽ മോഷണം നടത്തിയതായുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ 4 പേരെയും റിമാൻഡ് ചെയ്തു.